ഹലോ, ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കിയാലോ? ചോലെ പൂരി. ചോലെ നമ്മുടെ വെള്ളക്കടലയാണ്. എല്ലാവർക്കും അറിയാലോ, വെള്ളക്കടല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്രോട്ടീനും കൂടി ഇരിക്കട്ടെ, നല്ല തണുത്ത മാങ്ങ ജ്യൂസ്. അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ചോലെ പൂരിയും മാങ്ങനീരും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇത് 250 ഗ്രാം വെള്ളക്കടല രാത്രി മുഴുവൻ കുതിർത്തതാണ്. ഇനി ഉപ്പ് മാത്രം ഇട്ടിട്ട് കടലയുടെ ഒപ്പം വെള്ളം വെച്ചിട്ട് ഒരു 10 സ്റ്റീം വരെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ കടല നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഈ കടലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുഴുവൻ മല്ലി 3 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മുളക് എരിവിനനുസരിച്ച് ഒരു 4 എണ്ണമൊക്കെ എടുത്തോളൂ, പട്ട 1, ഗ്രാമ്പു 3, ഏലക്ക 3, ഒരു 10 മണി കുരുമുളക്, ഒരു ബേ ലീഫ്, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി സിമ്മിലിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം ഗ്യാസ് കെടുത്തിയിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ചാട്ട് മസാല ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ട്. ചൂടൊന്നും അറിയാം, ഇതെല്ലാം കൂടി പൊടിച്ച് വെക്കുക. ആ മസാല മാത്രം പോരല്ലോ അല്ലേ, കുറച്ച് പച്ചക്കറി മസാലയും കൂടി ഉണ്ടായാലല്ലേ ഗ്രേവി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് 2 സവാള, 1 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്ര എടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടീസ്പൂൺ എണ്ണയും 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് അതിൽ 1 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 ബേ ലീഫ്, കുറച്ച് ജീരകം, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇവ നന്നായി പൊട്ടിക്കുക. ഗരം മസാലയൊക്കെ നന്നായി മൂത്ത് പൊട്ടിക്കഴിഞ്ഞാൽ 2 സവാള ഉണ്ടായിരുന്നില്ലേ, ആ സവാള മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിങ്ങനെ മൂപ്പിച്ചെടുക്കുക. സവാള നന്നായി തന്നെ മൂപ്പിക്കണം കേട്ടോ. ഇത് കണ്ടുവോ, മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു. ഇനി ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരയ്ക്കുക. അരച്ചിട്ട് ആ മിക്സും കൂടി ഇതിലൊഴിച്ചിട്ട് അതും ഇതുപോലെ മൂക്കണം കേട്ടോ, നന്നായി മൂക്കണം. മൂത്തിട്ടില്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും, അത് രസം ഉണ്ടാവില്ല കേട്ടോ. കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. ഉപ്പ് ഞാൻ അവിടെ പറയാത്തത്, കടല വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നോക്കിയിട്ടാൽ മതി എല്ലാവരും ഉപ്പ്. അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ കളഞ്ഞ് ഇതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മസാലേനെ. എന്നിട്ടത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ലൂസാക്കി മിക്സാക്കുക. എന്നിട്ട് ആ കടല വേവിച്ച വെള്ളം ഉണ്ടാവില്ലേ, അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ മസാലയിലേക്ക് വന്നോളൂ കേട്ടോ. ഇനി ഈ ഗ്രേവിയിലേക്ക് ആദ്യം നമ്മളൊരു മസാല പൊടിച്ച് വെച്ചിരുന്നില്ലേ, ആ മസാല ഇടണം കേട്ടോ. മസാല ഇടുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനിടാം. ചിലവർക്ക് മസാല നന്നായി ഇഷ്ടാവും, ചിലവർക്ക് ഒരുപാട് മസാല ഇഷ്ടാവില്ല. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് ഇടാം. വറുത്ത് വെച്ച മസാലയാണല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഗ്രേവി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്നങ്ങോട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതാ ഗ്രേവി മസാലയൊക്കെ നന്നായി മിക്സായി റെഡി ആയിട്ടോ. ഇനി നമ്മളുടെ കടല അതിലേക്ക് അങ്ങോട്ട് കൊട്ടുക. ഓ, എന്ത് രസമുള്ള പാട്ടുകളല്ലേ. നമ്മുടെ മഞ്ചേരി FM ചിത്രമഞ്ചേരി പരിപാടിയാണ് കേട്ടോ. ജോലിയുടെ കൂടെ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു നിമിഷം നമ്മുടെ പരിപാടിയിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയില്ലേ. അപ്പോൾ ഗ്രേവിയിലേക്ക് കടലൊക്കെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് തിരി താഴ്ത്തി വെച്ചിട്ടും കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക. ഗ്രേവിയൊക്കെ പിന്നെ ഓരോരുത്തർക്ക് അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പൊതുവേ ചപ്പാത്തിയും പൂരിയൊക്കെ കഴിക്കാൻ കേരളീയർക്ക് ഗ്രേവി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വറ്റിച്ചെടുക്കുകയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഗാർണിഷിങ് വേണ്ടേ, അതിന് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ മുകളിൽ കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ അതാ വളരെയധികം ടേസ്റ്റുള്ള ചോല റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചോല ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടില്ലേ വീഡിയോയിൽ. ഇനി പൂരിയായിട്ട് ഉണ്ടാക്കാനുള്ളത്. പൂരി പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ് പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും പൂരി ഉണ്ടാക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മാങ്ങനീരാണ്. മാങ്ങനീരിന് നല്ല മാങ്ങ വാങ്ങിക്കുക. നല്ല മാങ്ങ വാങ്ങിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ച ശേഷം അടിക്കുക മിക്സിയിൽ. എന്നിട്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചോളൂ, നല്ല തണുപ്പുണ്ടാവണം. തണുത്തത് എടുത്തിട്ട് ഈ പൂരിയും ഈ മാങ്ങ ജ്യൂസും ഈ ചോലയും കൂടി ഒന്ന് കഴിച്ചു നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മാങ്ങ ജ്യൂസിൽ വേണ്ടവർക്ക് മധുരം ഇടാം, വേണ്ടാത്തവർ ഇടണം എന്നില്ല. നല്ല മധുരമുള്ള മാങ്ങ വെച്ചാൽ അങ്ങനെ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ അത് 3ഉം കൂടി ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സ് കാണാനും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.